കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്നൊരു ക്ലീനിങ്ങിന് പോയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇത് വില്ലയാണേ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വില്ലകളുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇറങ്ങിയതേ ഉള്ളു. 9 മണിക്കൂടെ വന്നു. 9 മണിക്ക് വന്നു. ഇപ്പം 3 മണി. എനിക്ക് കുറച്ച് ബസ്സിൽ കയറണം. 2-3 ബസ് കയറണം, എന്നാലേ അങ്ങ് വീടെത്തുള്ളൂ. എത്തുമ്പോൾ എന്തായാലും 4-4:30 ആവുമായിരിക്കും തോന്നുന്നു. 4:30 ആവുമായിരിക്കും. എൻ്റെ അമ്മ, എന്നാലും വൈകിട്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ പോകാമല്ലോ. എനിക്ക് അതാണ് വേണ്ടിയത്. എനിക്ക് വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോകണം. ഞാൻ അങ്ങനെയുള്ള ജോലി നോക്കിയാണ് വന്നത് കേട്ടോ. ശമ്പളം കുറഞ്ഞാലും വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോവാം. പിന്നെ അപ്പോൾ പിന്നെ ശരി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ക്ലീനിങ്ങിന്. അപ്പോൾ വഴി ശരിക്കും അറിഞ്ഞൂടാ. അപ്പം വഴിയിലൊരാളെന്ന് അവരോടും ചോദിച്ച് ഇതിൽ ഇങ്ങോട്ടാണ് പോകുന്നത്. കാരണം വില്ലയാകുമ്പോഴേ അത് ഈ വഴികൾ ഇങ്ങനെ ചെറിയ ചെറിയ റോഡുകളല്ലേ, അപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇതിലേ അങ്ങനെ പോകണം. ഇതിലേ പിന്നെ ചെന്ന അവിടെ തന്നെ ബസ് കിട്ടിയാൽ രക്ഷ കേട്ടോ. അമ്മ അയക്കുന്നുണ്ട് കേട്ടോ. ഈ വില്ലയാണ് കേട്ടോ. അതന്നെ അതിനേക്കാളും രസം. ഞാനിപ്പോൾ ക്ലീനിങ്ങിന് പോയ സ്ഥലത്ത് അവരുടെ വില്ലയെന്നാണ് പറയുന്നത്. ഇത് ഫുള്ളും അവിടുത്തെ അമ്മയ്ക്ക് മുസ്ലിമാണ് കേട്ടോ. അവിടുത്തെ അമ്മയ്ക്ക് 3 പെൺമക്കളാണ്. അതിൽ മൂത്ത മോളുടെ ഫ്ലാറ്റാണ് ഇത് ഫുള്ളും എന്ന് പറയുന്നത്. ഈ വില്ല ഫുള്ളും കേട്ടോ. അമ്മ നല്ലൊരു തേരിയുണ്ടല്ലേ. വിസ്മയം നാന്തം സലാത്തം വിണ്ടതയിൽ പിന്നെ വെന്തൊരോഗം ചിന്തയിൽ ദൂവായിരം നേടുന്നേ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കു വാനേ കണ്ണുനീരോ കരം നീട്ടുന്നു തമ്പുരാനെ കൃഷ്ണ. എൻ്റെ അമ്മ, അയ്യോ എൻ്റെ അമ്മച്ചി, തേരി കേട്ടോ. നല്ലൊരു തേരിയില്ലേ എന്താ. അപ്പം പിന്നെ ശരി സഹോദരങ്ങളെ, എനിക്ക് വീട്ടിൽ പോകണം. എവിടെ ജോലിക്ക് വരും, എനിക്ക് വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട ജോലി ഞാനെടുത്തത്. ജോലിയിലൊന്നും കഷ്ടപ്പാടില്ല, നമ്മൾ വരാനും പോകാനും ഒക്കെ ഒത്തിരി പാട്, അത്രയേ ഉള്ളൂ. വരാനും പോകാനും ഉള്ള പാടേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജോലി നല്ല എളുപ്പമാണ്. പിന്നെന്താണ്. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങൾ, ടാറ്റാ. അയ്യോ എൻ്റെ അമ്മ. പിന്നെ പാട്ടൊന്നും പാടാനുള്ള മൂഡിലല്ല ഞാൻ കേട്ടോ. ചോറ് കഴിച്ച് ചെന്നപ്പോൾ കാപ്പി കുടിച്ച് 9 മണിക്കാണ് ചെന്നെങ്കിൽ ദോശയും ചായയും. ഇപ്പം ദോശയുടെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി വെള്ള, പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ
ഉച്ചയായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ 1:30 ചോറിൻ്റെ കൂടെ നെത്തോലി, നമ്മുടെ ചെറിയ നെത്തോലി ചാളയും കൂടെ കറി വെച്ചത്, അവിയലും മോര് കറിയും ചോറും കഴിച്ചു. പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ. പിന്നെ അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. ഈ ഭാഗത്തൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഭയങ്കര ചൂടാണ്. നമ്മളെ ഏരിയ പോലെ അല്ല കേട്ടോ. നമ്മുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ ശരിക്കും റബ്ബറും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സിറ്റി അല്ലേ. സ്ഥലം പറഞ്ഞാൽ ഞാൻ ഈ ഏരിയയിലിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടില്ല. ബസ്സിൽ കയറിയിട്ട് തന്നെ ഓഫീസിൽ നിന്നല്ലേ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്തല്ല, അവർ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാതെ വേറെ സ്ഥലത്താണ് ഇറങ്ങിയത്. അപ്പോൾ അടുത്ത് ഇരുന്നവർ പറഞ്ഞു നിങ്ങൾ അവിടെ ഇറങ്ങുന്നേക്കാളും ഞങ്ങൾ ഇറങ്ങുന്നിടത്ത് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആട്ടോയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആട്ടോയിൽ വരുവാണ് ഞാൻ ചെയ്തത്. ഇല്ല, ഞാൻ അപ്പുറത്ത് നിൽക്കണമായിരിക്കും കേട്ടോ, ആ സൈഡിൽ നിൽക്കണമായിരിക്കും. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റ. ഒരിക്കൽ കൂടി ടാറ്റ. ടാറ്റ. ബായ്.